ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗോവയിൽ തുടക്കം കുറിച്ചു. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിന്റെ ലോഞ്ചിംഗ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു. ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന ഭേദഗതി ബിൽ, പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് സംബന്ധിച്ച ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഇന്ന് ലോക്സഭ പാസാക്കി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ലുകൾ രാജ്യസഭ പാസാക്കി. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് UN വനിതാ സംഘത്തിന്റെ അഭിനന്ദനം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 245 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം വികസിത ഗോവ 2047 പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. और अन्य धर्मों के लोग जिस तरह गोवा में मिलजुल कर रहते हैं, एक भारत श्रेष्ठ भारत की बहुत अद्भुत मिसाल है. साथियों, अब से कुछ देर पहले गोवा के विकास के लिए 1300 करोड़ रुपए की योजनाओं का लोकार्पण और शिलान्यास हुआ है. 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗോവയിൽ തുടക്കം കുറിച്ചു. ദക്ഷിണ ഗോവ ജലശുദ്ധീകരണ പ്ലാന്റ്, പനാജി റെയ്സ് മാഗോസ് പാസഞ്ചർ റോപ്പ് വേ എന്നിവയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. സ്വയംപൂർണ്ണ ഗോവയിലേക്ക് നയിക്കുന്ന ഗോവ സർക്കാരിന്റെ സദ്ഭരണ മാതൃകയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. नेशनल इंस्टीट्यूट ऑफ टेक्नोलॉजी और नेशनल इंस्टीट्यूट ऑफ वाटर स्पोर्ट्स के कैंपस का उद्घाटन हुआ है. इससे यहाँ पढ़ने और पढ़ाने वालों की सुविधा और बढ़ेगी. आज यहाँ जिस इंटीग्रेटेड वेस्ट मैनेजमेंट फैसिलिटी का उद्घाटन हुआ है, उससे गोवा को स्वच्छ रखने में मदद मिलेगी. आज यहाँ 1900 से ज्यादा युवाओं को सरकारी नौकरी का नियुक्ति पत्र दिया गया. गोवा क्षेत्र और आबादी के लिहाज से भले ही छोटा है, लेकिन सामाजिक विविधता के मामले में हमारा गोवा बहुत बड़ा है. ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയ്ക്കായുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ ഊർജ്ജ മേഖലയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ഇന്ത്യ ഊർജ്ജവാരം 2024 അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ 7.5% വളർച്ച കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് 4 ദിവസത്തെ ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ ലക്ഷ്യം. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹസൻ മഹമൂദ് 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന ഭേദഗതി ബിൽ 2024 ലോക്സഭയിൽ പാസാക്കി. ജമ്മുകാശ്മീർ പഞ്ചായത്തി രാജ് നിയമം 1989, ജമ്മുകാശ്മീർ മുനിസിപ്പൽ ആക്ട് 2000 എന്നിവയുടെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിനും ഭരണഘടനാ വ്യവസ്ഥകൾക്കൊപ്പം തദ്ദേശ സ്ഥാപന നിയമങ്ങളിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ബിൽ ലക്ഷ്യമാക്കുന്നത്. പൊതുപരീക്ഷകളിലെ തിരിമറികൾ തടയുന്നത് സംബന്ധിച്ച ബിൽ ലോക്സഭ പാസാക്കി. UPSC, SFC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, നാഷണൽ ടെസ്റ്റ് ഏജൻസി, വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവ നടത്തുന്ന പരീക്ഷകൾ സംബന്ധിച്ചതാണ് പ്രസ്തുത ബിൽ. ചോദ്യപേപ്പർ ചോർച്ച, ഓൺലൈൻ തിരിമറികൾ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് പുറമേ നിന്നുള്ള സഹായം തുടങ്ങിയ തെറ്റായ പ്രവണതകൾ തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 3 മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു.
ആന്ധ്രാപ്രദേശ്, ഒഡീഷ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ പാസാക്കി. ഭരണഘടനാ പട്ടികവർഗ ഉത്തരവ് ഭേദഗതി ബിൽ 2024 പ്രകാരം ആന്ധ്രാപ്രദേശ് പട്ടികവർഗ പട്ടികയിൽ പോർജ, ബോണ്ടോ പോർജ, ഘോഡ് പോർജ, പറങ്കി ബർജ സമുദായങ്ങളെ ഉൾപ്പെടുത്തും. രണ്ടാമത്തെ ബില്ലിൽ ഒഡീഷയുടെ പട്ടികജാതി പട്ടികവർഗ പട്ടിക പരിഷ്കരിക്കുന്നത് ലക്ഷ്യമാക്കുന്നു. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിനായി ഭാരത് റൈസ് ബ്രാൻഡിന് തുടക്കം കുറിച്ച് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ ലഭ്യമാക്കുന്നത്. താങ്ങാവുന്ന വിലയ്ക്ക് റേഷൻ ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ പീയൂഷ് ഗോയൽ ചടങ്ങിൽ പറഞ്ഞു. ദേശീയ ശാസ്ത്രദിനം 2024 പ്രമേയം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രകാശനം ചെയ്തു. വികസിത ഭാരതിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മധ്യപ്രദേശിലെ ഹർദയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 6 പേർ മരിക്കുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി വീടുകൾക്ക് തീപിടുത്തത്തിൽ കേടുപാടുണ്ടായി. ബൈരാഗർ ഗ്രാമത്തിലെ മഗർദ റോഡിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന നിർമ്മാണശാലയിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്ര വനിതാ സംഘം. സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിലുള്ള സ്ത്രീകൾക്കും സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയിൽ സംഘം വ്യക്തമാക്കി. സ്ത്രീകളുടെ പുരോഗതിക്കായി പ്രത്യേക ധനസഹായം അനുവദിക്കുന്ന ജെൻഡർ ബജറ്റ് ഇതിന് ഉദാഹരണമാണെന്നും അവർ വിലയിരുത്തി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി നടപ്പാക്കുന്ന റെസിലിയന്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് സംബന്ധിച്ച് ലോകബാങ്ക് പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 9 വരെ നടക്കുന്ന ഇടക്കാല അവലോകനത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. പദ്ധതി നിർവഹണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൈവരിച്ച പുരോഗതിയിൽ സംഘം തൃപ്തി രേഖപ്പെടുത്തി. മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസിൽ നിക്ഷേപം നടത്തി അബുദാബിയിലെ മുബദാല ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം അനുബന്ധ സ്ഥാപനത്തിന് ലഭിച്ചതിനെ തുടർന്നാണ് മുബദാലയുടെ ഇന്ത്യൻ നിക്ഷേപം. $276 ബില്യൺ ആസ്തിയുള്ള മുബദാല തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും നിക്ഷേപം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 245 റൺസ് വിജയലക്ഷ്യം. കാൻബറയിൽ പുരോഗമിക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയ്ക്കു വേണ്ടി രാജ് ലിംബാനി 3 വിക്കറ്റ് നേടി. ദക്ഷിണാഫ്രിക്കയുടെ ലുവാൻ ഡ്രേ പ്രറ്റോറിയസ്, റിച്ചാർഡ് സെലക്സ് വെയിൻ എന്നിവർ അർദ്ധ സെഞ്ചുറികൾ നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 25.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 106 റൺസ് എന്ന നിലയിലാണ്. ഇറാഖിലും സിറിയയിലും അമേരിക്ക അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളെ വിമർശിച്ച് റഷ്യയും ചൈനയും. ന്യൂയോർക്കിൽ നടന്ന UN സുരക്ഷാ കൌൺസിൽ യോഗത്തിലാണ് ഇരു രാജ്യങ്ങളും വിമർശനമുന്നയിച്ചത്. ആക്രമണം നടത്താനുള്ള US തീരുമാനം വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് റഷ്യ ആരോപിച്ചു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ആശങ്കാജനകമാണെന്ന് ചൈന പ്രതികരിച്ചു. 100% സാക്ഷരതയാണ് അടുത്ത സെൻസസിൽ രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ ഉല്ലാസ് മേളയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിന്റെ നെടുംതൂണാണ് ഉല്ലാസ് പദ്ധതിയെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 2 ദിവസത്തേക്ക് കൂടി അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ ശീതതരംഗാവസ്ഥ നിലനിൽക്കും. വരും ദിവസങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബിംസ്റ്റെക് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള 7 ബിംസ്റ്റെക് അംഗരാജ്യങ്ങളാണ് 6 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗോവയിൽ തുടക്കം കുറിച്ചു. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിന്റെ ലോഞ്ചിംഗ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു. ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന ഭേദഗതി ബിൽ, പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് സംബന്ധിച്ച ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഇന്ന് ലോക്സഭ പാസാക്കി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ പട്ടികജാതി പട്ടികവർഗ ഭേദഗതി ബില്ലുകൾ രാജ്യസഭ പാസാക്കി. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് UN വനിതാ സംഘത്തിന്റെ അഭിനന്ദനം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 245 റൺസ് വിജയലക്ഷ്യം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.